ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പീച്ചി ഡാമിനെ കുറിച്ചാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഡാമാണ് പീച്ചി ഡാം. എൻ്റെ സ്വന്തം നാട്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ എൻ്റെ സ്വന്തം ഡാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പീച്ചി ഡാം ഇപ്പം മഴ പെയ്ത് ഏകദേശം ഡാം ഇപ്പോൾ ഫില്ലായി, വെള്ളമൊക്കെ നിറഞ്ഞ് ഡാം തുറക്കാനുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് ഡാമിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ നമുക്കത് ഇതേപോലെ ഫോറസ്റ്റാണ്, ഫുൾ ഫോറസ്റ്റ്. നമുക്കിതിനെ KFR എന്ന് പറയും. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള ഫോറസ്റ്റായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. KFR എന്ന് പറയും, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്കത് ഇവിടുന്ന് 3 കിലോമീറ്റർ ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെത്തിപ്പെടാം. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളി വഴിയാണ് കേട്ടോ. ഇഷ്ടംപോലെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു ഏരിയ കൂടിയാണ്. വണ്ടി ട്രാവൽ ചെയ്യാനും അടിപൊളിയാണ്. സൂപ്പർ റോഡും കൂടിയാണ്. റോഡ് ഇപ്പം നമുക്കിത് മലയോര ഹൈവേ ആയിട്ട് റോഡ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴിക്ക് യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ പീച്ചി ഡാമിലോട്ട് വരുന്നവർക്ക് ഇപ്പോൾ ഒരു പുതിയൊരു സ്പോട്ടും കൂടെ ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. ഞാനതെൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് കയറി കാണുന്നവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഡാമിലോട്ട് വരുന്നവർക്ക് അതും കൂടെ ഇനി ഉൾപ്പെടുത്താം. അതും അടിപൊളി സ്ഥലമാണ്. നമുക്ക് പോയി വൈകുന്നേരങ്ങളിൽ പോയി അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ 3 കിലോമീറ്റർ നമ്മളിത് ഈ ഏരിയയിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ ഡാമിൻ്റെ എൻട്രൻസിൽ കാണുന്ന ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആർച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ പീച്ചി ഡാം റിസർവോയറിൻ്റെ ഒരു ആർച്ച്. ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിലോട്ട് എത്താൻ ഇനി അധികം ദൂരമില്ല. അപ്പോൾ ബസ് മുഖേനയും വരാം. ബസ് നമുക്ക് ഡാമിൻ്റെ അടുത്ത് വരെ വരും കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാലും ലെഫ്റ്റിലേക്കുള്ള വഴി കൂടെ പോയാലും നമുക്ക് ഡാമിലോട്ട് ചെല്ലാം. അപ്പോൾ അതിലൂടെ പോവുകയാണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിലേ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ താഴത്തു നിന്നുള്ള വ്യൂ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് മോൾ ഭാഗത്ത് കയറാനോ അകത്ത് കയറാനൊന്നും പറ്റില്ല. ഡാം തുറന്ന് വേണ്ട വെള്ളം കാണാൻ പറ്റും. പക്ഷേ ഡാമിനെ കുറിച്ച് കാണണമെങ്കിൽ ഈ വഴി, ഇതാണ് നമ്മുടെ ബസ് റൂട്ട്. ഈ വഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ ഡാമിൽ ചെന്ന് ഈ വഴി അവസാനിക്കും കേട്ടോ. പിന്നെ ഈ വഴി വേറെ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ഇഷ്ടംപോലെ ബസ്സുകൾ നമ്മുടെ റൂട്ടിലുണ്ട്. തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് പീച്ചി ഡാം ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നേരെ ഡാമിൽ വന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ വൈകുന്നേരത്താണ് എത്തിയത്. ഒരു 4:30-5 മണി സമയത്താണ് എത്തിയത്. അപ്പോൾ ഡാമിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് അതിനുള്ളിൽ നിന്ന് കിടക്കണം. അപ്പോൾ ടിക്കറ്റ് ആ സമയം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. വണ്ടി നമ്മൾ കുറച്ച് ബാക്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ ബാക്കിൽ പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഫീസ് കാറിന് വരുന്നത് 20ഉം ബൈക്കിന് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇത് നടന്നു വരാനുള്ള ദൂരമാണ്. അപ്പോൾ അതാണ് ഡാമിൻ്റെ ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും. നമ്മളിവിടെ വരെ വണ്ടി വന്ന് അവിടെ നിന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് കേട്ടോ. അപ്പോൾ 6 മണിക്കുള്ളിൽ നമ്മളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എൻ്റെ വൈഫ് പോയിട്ട് 2 ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻട്രൻസിൽ കയറി കഴിഞ്ഞാലുള്ള വിഷ്വൽ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ബുഷൊക്കെ പണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല പല മൃഗങ്ങളുടെയും, അതായത് ആമ, മൊയിൽ, മാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ അതൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം ഇപ്പോൾ അത് ബുഷായിട്ട് തന്നെ വളർന്ന് നിൽക്കുകയാണ്. പണ്ടതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു 10 വർഷം മുമ്പത്തെ കഥയായിട്ട് പറഞ്ഞു. ഇപ്പൊന്നും അങ്ങനെ ആരും അത് ചെയ്യുന്നില്ല. പണ്ടൊക്കെ നല്ല ഭംഗിയിൽ വയ്ക്കായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ സമയത്തൊക്കെ അത് കാണുമ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ്. നമ്മൾ ഡാമിൻ്റെ അപ്പർ ടോപ്പിലുള്ള എൻട്രൻസ് ഇതാണ്. ഇവിടെയൊക്കെ ടിക്കറ്റ് കാണിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആൾക്കാരും ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ടിക്കറ്റൊന്നും കാണിക്കേണ്ട വന്നില്ല. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡാമിൻ്റെ നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഡാമിലോട്ട് കയറാൻ. ഇതിലെ വണ്ടി പാസേജ് ഒന്നുമില്ല കേട്ടോ. മറ്റു വണ്ടികൾ ഇതിലെ കടത്തി വിടുന്നില്ല. നമുക്ക് നടന്നു തന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിലെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാമിൻ്റെ വിഷ്വലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ലെവലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വാട്ടർ ലെവൽ മാക്സിമം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാം ഇന്ന് ഓപ്പൺ ആവും, ഷട്ടർ ഇന്ന് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ അറ്റം വരെ നടക്കാം. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഷട്ടറുള്ള ഭാഗവും, റൈറ്റ് സൈഡ് നമ്മുടെ റിസർവോയറും. ഇതാ പോകുന്ന വെള്ളം ഇപ്പോൾ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഉത്തരവുള്ളതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വഴി കൂടെ വെള്ളം തുറന്നു വിട്ടേക്കുന്നതെന്ന് കാണുന്നത് കേട്ടോ. വെള്ളം കഴിഞ്ഞ വർഷമൊക്കെ
ഡാം ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ഒറ്റയടിക്ക് തുറന്ന് ആകെ വെള്ളത്തിലായതാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കാര്യങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ മുൻകരുതലായിട്ട് എടുത്തിട്ടാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ അതിലൂടെ വെള്ളം പോകുന്ന കാരണം ഡാമിലെ വെള്ളം കൺട്രോളായി നിൽക്കും. അപ്പോൾ ഇതാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ ഡാമിന്ന് ഇന്ന് തുറക്കാൻ റെഡി ആയതുകൊണ്ട് ഇതിൻ്റെ ഷട്ടറിൻ്റെ ചങ്ങലയൊക്കെ ഗ്രീസ് ഇട്ട് നിർത്തിയേക്കുന്നതാണ് കാണുന്നത്. അത് കാണുന്ന രസമായിട്ട് 4 ഷട്ടറും വർക്കിംഗ് ഒക്കെ ആക്കി തുറക്കാൻ പറ്റുന്ന കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷട്ടർ വരുന്നത്. വെള്ളം നിറഞ്ഞ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഇപ്പുറത്തേക്ക് കിടക്കും. അങ്ങനെ ഷട്ടറിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഷട്ടർ ഈ ഇഞ്ച് കണക്കിന് തുറക്കാൻ പറ്റും. ആ കാണിച്ച ലൈനാണ് ഷട്ടർ എത്ര ഇഞ്ച് തുറന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കി കഴിഞ്ഞാൽ ഇത്ര ഇഞ്ച് ഡാമിൻ്റെ ഷട്ടർ പൊക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത് കേട്ടോ. അതിമനോഹരമായൊരു വ്യൂ ആണ് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ. മലനിരകളുടെ ഇടയിൽ നല്ല കപ്പാസിറ്റിയിലുള്ളൊരു ഡാമും കൂടിയാണ്. അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പീച്ചി ഭാഗത്തേക്കാണ് ഇപ്പോൾ വൈദ്യുതി കൊടുക്കുന്നത്. ചെറിയ തോതിലുള്ള ഉൽപ്പാദനമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. ആ നേരെ കാണുന്നത് കനാലും. ഒന്നെങ്കിൽ കനാൽ വഴി വിടും, ഇതാണ് കനാലിൻ്റെ വാൽവ്. കനാൽ വഴി വെള്ളം വിടും, അല്ലെങ്കിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വിടും. പിന്നെ ഇപ്പോൾ ഇത് അടുത്ത് വന്നതാണ്. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് നമുക്കിതിലെ കിടക്കാനൊന്നും പറ്റില്ല. അതെന്തോ ഡാമിൻ്റെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കണതാണ്. ഡാമിൻ്റെ മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് എത്താം. അപ്പോൾ ഇതിലിറങ്ങണമെങ്കിൽ ഇതിലിറങ്ങാം. പക്ഷേ ഇതിലിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വ്യൂസ് മിസ്സാവും. ശരിക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് ഡാമിൻ്റെ അറ്റം വരെ വന്നിട്ട് ഇറങ്ങണം. അപ്പോൾ ഈ ഡാമിൽ നമുക്ക് കുട്ടവഞ്ചി സവാരിയൊക്കെ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടൊക്കെ നിൽക്കുന്ന കാരണം അതില്ല. അല്ലാത്ത സമയത്തൊക്കെ കൊട്ടവഞ്ചി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ തുടങ്ങുന്ന സമയത്ത്. പിന്നെ അത് ഈ ഡാമിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു സംഭവമാണ് ഈ കാണുന്നത്. നക്ഷത്ര ബംഗ്ലാവ് എന്നാണ് ഞങ്ങൾ പറയുക. അവിടെ കൊടുത്തേക്കുന്ന പേര് പവലിയൻ എന്നാണ്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നക്ഷത്ര ബംഗ്ലാവ് എന്നാണ് ഞങ്ങളൊക്കെ കേട്ട് പരിചയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ചെറിയൊരു ഗ്രൗണ്ട് കുട്ടികളുടെ പാർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നക്ഷത്ര ബംഗ്ലാവിലേക്ക് കയറാനായിട്ട് ഇതേ സ്റ്റെപ്പ് കയറി അറ്റത്തെത്തണം. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാലുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ഡാം വരുന്ന ആൾക്കാർ അത് മിസ് ചെയ്യരുത്. ആരും മിസ് ചെയ്യാറില്ല. എന്നാലും പറയുകയാണ്, ഇതിന് വേറെ ടിക്കറ്റ് വേറെ ഒന്നുമില്ല, നമുക്ക് കയറാം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് നക്ഷത്ര ബംഗ്ലാവിലെത്താനായിട്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു പരിവാവും. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് ഇറങ്ങിയത്. എൻ്റെ വൈഫ് വയ്യാണ്ടായിട്ട് കയറി ഇനി ഇവിടെ നിന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാണ്ട്. പണ്ട് ഇതൊക്കെ തൊട്ടടുത്ത് പീച്ചി സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളിലെ. അന്ന് ക്ലാസ് കട്ട് ചെയ്ത് പിള്ളേർ വന്നിരുന്ന ഏരിയയാണിത്. ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പീച്ചിലോട്ട് വരിക, നക്ഷത്ര ബംഗ്ലാവിൽ കയറുക. അതാണ് പണ്ടത്തെ പരിപാടി. നമ്മളങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്ത് വന്നിട്ടില്ല. ഞാനിവിടെ പഠിച്ചിട്ടില്ല, ഞാൻ പട്ടിക്കാട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരവ് കുറവായിരുന്നു. ഞങ്ങൾ പട്ടിക്കാട് ഒട്ടക്കുന്നിൻ്റെ മുകളിലേക്കാണ് കയറിക്കൊണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഡാമിനെ തിരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഇത്രേ കാണാനുള്ളൂ. ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറോ കാരണമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് നക്ഷത്ര ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണിത്. അത് ഇത്രയും സ്റ്റെപ്പ് കയറി വന്ന് നക്ഷത്ര ബംഗ്ലാവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പിന്നെ സ്റ്റെപ്പ് കയറി മനുഷ്യൻ്റെ ഒരു ഒരുപാട് വെക്കും. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണുമ്പോൾ ഉള്ള വ്യൂ കാണുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ മറക്കും. അങ്ങനെ തിരിഞ്ഞും പറഞ്ഞും ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത വ്യൂ കാണാൻ പറ്റുക. നമ്മുടെ ഫോറസ്റ്റ് മാത്രമേ ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഇതാണ് 2ാമത്തെ സെക്ഷൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 3ാമത്തെ സെക്ഷനാണ് ഏറ്റവും ടോപ്പിലോട്ട്, അതായത് ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതും കൂടെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഡാമിൻ്റെ യഥാർത്ഥ വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വൈഫ് കയറിയില്ല കേട്ടോ. പുള്ളിക്ക് ഇത് കയറാൻ വയ്യ എന്ന് പറഞ്ഞ കാരണം പുള്ളി കയറിയില്ല. പുള്ളി പിന്നെ കയറിയുള്ള മുമ്പും ഉള്ളതൊക്കെ വരാറുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി താഴെ നിന്നു. ശരിയാണ്, എന്നെക്കൊണ്ടും പറ്റാണ്ടായി. അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് കയറാമെന്നൊന്നും എളുപ്പമല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് കയറാതെ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങനത്തെ സ്റ്റെപ്പ് കയറി ഏറ്റവും ടോപ്പിലെത്തി. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ, ഇത്രയും ഭംഗി ഈ നമ്മുടെ ഡാമിന് കൊടുക്കണമെങ്കിൽ അത് ഇവിടെ നിന്ന് കയറി കണ്ടാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഡാമിൻ്റെ മുഴുവനായുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ആസ്വദിക്കാൻ ഇത്ര സ്റ്റെപ്പ് കയറിയതിൽ യാതൊരുവിധ കുറ്റബോധം നമുക്ക് തോന്നില്ല. അതുകാരണം ആ ക്ഷീണവും തോന്നില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച. നമുക്ക് മലനിരകളുടെ ഇടയിൽ കൂടെ ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വെള്ളം എത്ര അധികം നമുക്ക് ഈ ഡാമിൻ്റെ അവിടെ നിന്ന് വിശാലമായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഡാമിൻ്റെ ഓരോ കൈവരികളും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പീച്ചി പാടം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വാഷായിട്ട് വരും. ഈ ഡാമിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ നീന്തിയ ഈ പീച്ചിപ്പാടത്തേക്ക് എത്തും. നമ്മൾ ആ കണ്ട കൈവരിയുടെ ഒരു ഭാഗമാണ് ഇത്. ഈ പോണതൊക്കെ ഈ മലനിരയുടെ ഇടയിൽ കൂടെ പോകുന്ന വെള്ളം ചെന്ന് അവസാനിക്കുന്ന ഭാഗത്താണ് ഈ പീച്ചിപ്പാടം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതും കാണാം. അപ്പോൾ വ്യൂ നോക്കിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മളതും കണ്ടത് നേരെ താഴത്തേക്ക് ഈ സ്റ്റെപ്പ് തിരിച്ചിറങ്ങാന്നുള്ള സാഹസികമായ ടാസ്ക്കാണ്. അതിന് ഞാൻ ഒരു ഉത്തരവാദിത്വം പറയുന്നില്ല, കാരണം കയറി അത്ര സുഖമല്ല ഇറങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പും നമുക്കവിടെ കിട്ടും. പിന്നെ ഇവിടെ പബ്ലിക് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ നമുക്കിവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു നടത്തം. അപ്പോൾ ഡാമിൻ്റെ ഈ നമ്മൾ ഇറങ്ങി നക്ഷത്രപാളന്ന് ഇറങ്ങി വലത്തോട്ട് നടന്ന് തന്നെ പോകണം. കാരണം മറ്റേ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഡാമിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ നേരിട്ട് താഴത്തേക്ക് ചെല്ലാൻ പറ്റും. പക്ഷേ ഇതിലൂടെ പോയാൽ നമുക്ക് അതുകൂടി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മുടെ കാട് പൊതിഞ്ഞ് നിൽക്കുന്ന ഏരിയയാണ് ഡാമിൻ്റെ ഒരു വശം. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ നേരെ താഴത്തോട്ട് ചെല്ലാം. അപ്പോൾ ഇതാണ് ഇറങ്ങുന്ന വഴി. അപ്പോൾ വഴി ഇപ്പോൾ ഇതിങ്ങനെ സ്ലോപ്പ് വഴിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്ലോപ്പായിട്ട് പോകാൻ പറ്റും. തൊട്ടപ്പുറത്ത് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നവർക്ക് സ്റ്റെപ്പ് ഇറങ്ങും. നമ്മൾ അവിടുന്ന് സ്റ്റെപ്പ് കയറി പരിവായതുകൊണ്ട് ഇത് സ്ലോപ്പായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ സൂക്ഷിക്കണം, ചമ്മലുണ്ടാവും. അപ്പോൾ എൻ്റെ വൈഫും കൊച്ചിൻ്റെ അവിടെ നിന്ന് ആൾ വയ്യാണ്ടായിട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം ഞാൻ കൊച്ചിനെ കൈമാറി എടുക്കാത്ത കാരണം പുള്ളിക്കാരി ആകെ ടയേർഡായി. കൊച്ചിനെടുത്ത് നടക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ ആളെ സഹായിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ കൈമാറി എടുക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പകുതി എത്തിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ഹാഫ് പോർഷനിൽ നമ്മൾ എത്തും. അപ്പോൾ ഇവിടെയും കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാല് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തുരുപ്പായി. ഡാം ഉണ്ടാകുന്ന സമയത്തുള്ളതാണ്, മെയിൻ്റനൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡാം തുറക്കുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിഷ്വൽ കിട്ടും കേട്ടോ. കാരണം നമുക്ക് ഇത്ര അടുത്ത് നിന്ന് ഡാമിൻ്റെ വെള്ളം ചാടുന്നത് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെപ്പ് വഴി ഇറങ്ങി വരികയാണെങ്കിൽ ഒന്നും കൂടെ അടുത്ത് നിൽക്കാൻ പറ്റും കേട്ടോ. വെള്ളം ചാടുന്നതിൻ്റെ ഏറ്റടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ പകുതിയോളം നമുക്ക് കാണാൻ പറ്റും. പിള്ളേർക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്, റെസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഈ കാണുന്നതാണ് ഡാമിൻ്റെ വലിയ കനാല്. അതായത് മുളങ്ങാത്ത തൃശ്ശൂർ ജില്ലയിലേക്ക് വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വെള്ളം പോകുന്ന കനാലാണ് ഈ കാണുന്നത്. തൃശ്ശൂർ ജില്ല മൊത്തം ഈ കനാൽ പോകുന്നുണ്ട്. മുളങ്ങാത്ത മെഡിക്കൽ കോളേജിൻ്റെ അതിലേക്ക് പോകുന്നത് ഈ കനാലാണ്. അപ്പോൾ ആ കനാൽ തുറക്കുമ്പോൾ ആ വെള്ളം അതിലേ പോകും. പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളം അതിലെ കടത്തി വിടും. അങ്ങനെ എവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ഗാർഡൻ. പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഗാർഡൻ. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യണില്ല. ഉള്ളത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡാമിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഉറവുകളാണ് കേട്ടോ. അതിങ്ങനെ ഒഴുകി ഡാമിലോട്ട് തന്നെയാണ് പോകുന്നത്. അത് എവിടെ നിന്ന് ഉത്ഭവിക്കണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ വരുന്ന കാലത്തൊട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അറ്റം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാറുണ്ട് കേട്ടോ. കുറേ എന്താ പറയുക, ഒരുപാട് ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, ആട് പൂത്ത്. അപ്പോൾ അതൊക്കെ പോയി നമ്മളങ്ങോട്ട് പോകണില്ല, നമുക്കൊന്നും സമയമില്ല. അത് കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടേക്കൊക്കെ പോകാട്ടോ, നിങ്ങൾക്ക് പോകണവർക്ക് പോവാം. അവിടെ പോയി ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ. നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പോത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോയി എടുക്കാം അവിടെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ താഴെ എത്താൻ പറ്റും. അപ്പോൾ ഡാം 3 സെക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ഏറ്റവും ടോപ്പിൻ്റെ, പിന്നെ ഒന്ന് മിഡിൽ, പിന്നെ നമുക്ക് ഏറ്റവും താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ഏറ്റവും ബോട്ടം. ഇവിടെ നിന്നാണ് നമുക്ക് ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുക. ഡാം തുറന്നു കഴിഞ്ഞാൽ ഉള്ള ഭംഗിയൊക്കെ നമുക്ക് താഴെ നിന്നാണ് ആസ്വദിക്കാൻ പറ്റുക. മുകളിൽ നോക്കി നമുക്ക് പേടിയാവും. അപ്പോൾ പൂന്തോട്ടത്തിലൂടെ നമുക്ക് കുറച്ച് നടക്കാണ്ട് ഏകദേശം 200-200 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഏറ്റവും താഴെ എത്താം. അപ്പോൾ അവിടെ നിന്ന് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ പോണ വെള്ളമൊക്കെ നമ്മുടെ പുഴയിലോട്ട് തന്നെയാട്ടോ പോണത്, കണ്ണാറ പുഴയിലേക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അടുത്തൊരു ഭംഗിയുള്ളൊരു വിഷ്വലാണ് ഈ കാണുന്നത്, ഡാമിൻ്റെ ഭംഗി. താഴെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വെള്ളം വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെള്ളം തുറന്ന് വിട്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുഴയിലേക്ക് തന്നെയാണ് ഒഴുകി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണാറപ്പുഴ പെട്ടെന്ന് വെള്ളം കയറാൻ ഇപ്പോൾ ഉണ്ടായത്. കഴിഞ്ഞൊരു മഴയിൽ ഞാൻ വെള്ളം കയറി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും കാരണം ഈ വെള്ളം കൂടി ചെന്നിട്ടാണ് ആ വെള്ളം പെട്ടെന്ന് പൊങ്ങിയത്. അപ്പോൾ നല്ല തോതിൽ വെള്ളം പോകുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് തോന്നുന്നതുകൊണ്ട് ഡാമിൻ്റെ വാട്ടർ ലെവൽ ഇപ്പോൾ കൺട്രോൾഡാണ്. കാരണം വെള്ളം വരുന്നതനുസരിച്ച് കുറച്ച് തുറന്നു വിടുന്ന കാരണം. അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, എന്നാലും വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് വിടുന്നതാണ്.
അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നൽകി. കാരണം കഴിഞ്ഞ വർഷം പെട്ടെന്ന് തുറന്ന് ആകെ അലങ്കോലമായ കാരണം ഇത്തവണ നമ്മളിത് മുൻകൂട്ടി വെള്ളം തുറന്നു വിടുന്നതാണ് കാണുന്നത്. എന്നിട്ടും വെള്ളം നിറഞ്ഞു, അതുകൊണ്ടാണ് ഡാമൊന്ന് തുറക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളതും കണ്ട് വീണ്ടും പിന്നെ ഇനി ഡാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വഴി, അതായത് ഞാൻ ഡാമിൻ്റെ നമ്മളെ എൻട്രൻസ് കാണിച്ചു തന്നില്ലേ, ഒരു മെയിൻ റോഡിൽ ആർച്ച് വെച്ച വഴീൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ ഡാം കാണാമെന്ന് പറഞ്ഞില്ലേ, ആ വഴി ഇതാണ്. അതിലേ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ റോഡിലേക്ക് വന്ന് നിൽക്കാം. കണ്ട, ഇത് നമ്മുടെ ഡാമിൻ്റെ താഴെയുള്ളൊരു വിഷ്വലാണ്. അപ്പോൾ ഞങ്ങൾ ഡാമിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരായിട്ടൊന്ന് സംസാരിച്ച് ഞങ്ങളിത് കണ്ട് കിന്നാരൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് ടിക്കറ്റ് എടുക്കാതെ വരികയാണെങ്കിൽ നമുക്കത് ഇത്രയും കാണാനേ പറ്റുള്ളൂ കേട്ടോ. ഇത്രയും ഭാഗം കാണാനായിട്ട് ഇതിലെ വണ്ടി കടന്നു പോകും. വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്ന റോഡാണിത്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. പിന്നെ ടിക്കറ്റ് വേറൊന്നും വേണ്ട. ഇത്രയും കാണാനാണെങ്കിൽ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോവാം, വണ്ടി ഓടിച്ച് വണ്ടിയിൽ നിന്ന് പോവാം. അപ്പോൾ കഴിഞ്ഞ 2022 തോന്നുന്നു ഡാം ഫുള്ളായിട്ട് തുറന്നൊരു വർഷമാണ്. അന്ന് നമുക്ക് ഈ പാലം ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കാണുന്ന പാലത്തിൻ്റെ ഇവിടെ കടന്നിട്ടാണ് ഇപ്പുറത്ത് ഈ വെള്ളം കടന്നു പോവുക. അപ്പോൾ ഈ ഡാം തുറന്നു കഴിഞ്ഞാൽ വെള്ളം നേരെ നമ്മുടെ പുഴയിലേക്കാണ് വരിക. ഞാൻ വീഡിയോ ചെയ്ത പുഴ കണ്ണാറപ്പുഴ, അതിലോട്ടാണ് ഡാമിൻ്റെ വെള്ളം തുറന്നു വിട്ടാൽ വരിക. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. അപ്പോൾ ഇതിലൂടെ വണ്ടി ഇങ്ങനെ കടന്നു പോകട്ടോ, വാഹനങ്ങൾ കടന്നു പോകും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വഴിയുണ്ട്, മെയിൻ റോഡാണ്. അവിടെ ഒരു അമ്പലവും കാര്യങ്ങളുണ്ട്, അതങ്ങനെ പോവും. പിന്നെ ചില്ലകളുള്ള വഴികളാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വാഹനങ്ങൾക്ക് യാത്രയുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിലൊക്കെ കഴിഞ്ഞ വെള്ളം തുറന്നപ്പോൾ ഇടിഞ്ഞു വീണതാണ്. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ റൈറ്റ് സൈഡിലുള്ള പൂന്തോട്ടം. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ കുട നോക്കി അതൊക്കെ പോയി. ഇതൊക്കെ ഡാം പണിത സമയത്തുള്ളതാണ്. വേറൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് തന്നെ ചെയ്യാത്ത കാരണം അതൊക്കെ നശിച്ചു പോയി. എന്നിട്ട് നമ്മൾ അതിലേ കയറി ഇതിലേ ഇറങ്ങി ഇങ്ങനെ ഡാമിനെ ചുറ്റി കറങ്ങി ഡാമിൻ്റെ ഏറ്റവും താഴെ എത്താൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് അറ്റം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വന്ന സ്റ്റെപ്പ് മുഴുവൻ കയറണം. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്റ്റെപ്പ് കയറിയതിനൊക്കെ അതിഭയാനകമാണ് ഈ സ്റ്റെപ്പ്. കാരണം ഡാമിൻ്റെ കുത്തിനുള്ള സ്റ്റെപ്പാണ്. അത് കയറുന്നതോട് നമുക്ക് കാണാൻ പറ്റും ഡാമിൻ്റെ പണിയും ഡാം എങ്ങനെ വർക്ക് ചെയ്തേക്കണേ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ മനസ്സിലാവും. ഡാമിൻ്റെ ലീക്കേജ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഇപ്പോൾ ഈ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡാം തുറക്കുന്ന സമയത്ത് കാണാൻ ഭംഗി ഇവിടെ നിന്ന് നോക്കാനാണ്. മുകളിൽ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ പേടിയാവും. ഡാമിൻ്റെ മുകളിൽ നിന്ന് ഷട്ടർ തുറക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തലയിറങ്ങും. ഭംഗി ഇവിടെ നിന്ന് കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ഇവിടെ വന്നാണ് കാണാറ്. നോക്കിയാൽ വെള്ളത്തിൻ്റെ പ്രഷർ നോക്കി നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെള്ളം വരുന്ന വരവ് കണ്ട നല്ല ഫോഴ്സിലാണ് വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകണമെന്ന് കണക്കാക്കി നോക്കി. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഡാമിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം. നമ്മളിത് ഡാമിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. കാരണം ഒന്നാമത് ഇവിടെ അന്തരീക്ഷം ഒരു മൂകതയാണ്. അതുകൊണ്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു ഭയാനകമായൊരു വിഷ്വലാണ് മുകളിലേക്ക്. അപ്പോൾ ഷട്ടർ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. എൻ്റെ വൈഫിന് ഭയങ്കര പേടിയായി ഈ ഡാം വെള്ളം. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോഴേ പേടിയായി. അപ്പം ഞാൻ ഡാം തുറന്നിട്ട് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ട് ഞാൻ കൊണ്ട് കാണിക്കുന്നുണ്ട് ആളെ. ഇപ്പോൾ തുറക്കണമെന്ന് നല്ല രസമാണ്. 4 ഇഞ്ചും തുറന്നാലൊന്നും നമുക്ക് അങ്ങനെ പേടിയാവില്ല. ഒരു 12 ഇഞ്ചൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം വെള്ളം നമ്മളിവിടെ നിന്നാൽ നമ്മുടെ മേതിയൊക്കെ വെള്ളം സ്പ്രേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കയറി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അടിപൊളി വ്യൂ. വെള്ളം തുറന്ന് വിടുന്ന സമയത്ത് നമ്മളിത് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നനയും. കാരണം ഡാമിൽ നിന്ന് വെള്ളം വരുന്ന ഇതിൻ്റെ ഈർപ്പം നമ്മുടെ മേത്തേക്ക് തട്ടും. വെള്ളം സ്പ്രേ ചെയ്ത് മൊത്തത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാം. കൈവരിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം. കൈവരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയ്ക്കൊപ്പം ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കുക. അപ്പോൾ കണ്ട ഡാം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. അത് നല്ലൊരു വിഷ്വലാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന ഏറ്റവും അടിപൊളി വിഷ്വലാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്, പിന്നുള്ള സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഡാമിൻ്റെ ടോപ്പ് എൻഡിലേക്ക് എത്താം. അപ്പോൾ കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡാമിൻ്റെ വർക്കും കല്ല് വെച്ചേക്കണ വർക്കും ലീക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ലീക്കെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. വെള്ളം കിരിയേണ്ട കുറേ ഒരു ഭാഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഡാം പണിതേക്കണ രീതി ഉണ്ട്. കല്ല് ഇങ്ങനെ ചെരിച്ചടുക്കി കയറ്റിയാണ്. ഫുൾ കരിങ്കല്ല് കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡാം ഫുൾ കരിങ്കല്ലാണ്. അത് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറി ഏകദേശം വയ്യാണ്ട് ഞാനിന്ന് കയറുന്ന സമയത്തുള്ള വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ഓൺ വോയിസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ
ഒന്നും കാണാൻ പറ്റില്ല. കാരണം അതുപോലെ ഞങ്ങൾ കത്തിച്ചു. കാരണം ഒന്നാമത് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയത് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങി ചുറ്റി തിരിഞ്ഞാണ് നമ്മളിത് ഡാമിലെത്തിയത്. അത് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ പിന്നെ ഒരു രസമുള്ളൊരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ഗുഹ. നമ്മുടെ ഡാമിൻ്റെ അണ്ടർ പാസേജ് വഴി പണ്ട് അതായത് എൻ്റെ അച്ഛൻ ചെറുപ്പകാലത്തുള്ള സമയത്ത് ഇതിൽ ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തോ അന്ന സമയത്ത് 1-2 പേര് മരിക്കുകയുണ്ടായതിനു ശേഷം ഇതിലേക്ക് പാസേജൊന്നും ഇല്ല, ഡാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ അടിയിൽ കൂടെ നടന്ന് അറ്റത്തെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഓപ്പണല്ല, വർഷങ്ങൾ കുറേ ആയി. അത് നമ്മൾ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് എത്താണ്. അപ്പോൾ നമ്മളിത് ഇത്ര ഉള്ളൂ നമ്മുടെ പീച്ചി ഡാമിൻ്റെ വിഷ്വൽ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഡാമിൻ്റെ ഭാഗമെല്ലാം കണ്ട് താഴത്തെ കൂടെ ഇറങ്ങി ഇതൊക്കെ കണ്ട് ഇതിലേക്ക് തിരിച്ച് കയറി നമ്മൾ വന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. അതാണ് നമ്മുടെ ഡാമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് ഇത് കണ്ടത്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും സമയം കൈ പിടിച്ച് വരിക. കാരണം നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉണ്ടാകുന്നു. നമ്മൾ വേഗം ഓടിച്ച് കണ്ടു. അപ്പോൾ ഇതാണ് ചെറിയ കനാല്. നമ്മളപ്പുറത്ത് കണ്ടത് വലിയ കനാലും ഇത് ചെറിയ കനാലും. ചെറിയ കനാല് നമ്മുടെ ഈ ചുറ്റുപാടും അടുത്തുള്ള കൃഷിയിടങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറു കനാല്. അത് ഈ നമ്മുടെ ലോക്കൽ ഏരിയയിലേക്കാണ് ചെറു കനാല് പോകുന്നത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടുത്തെ പറമ്പിലേക്കൊക്കെ വെള്ളം മുരപ്പൻകെട്ടിലേക്കൊക്കെ ഈ കനാല് വെള്ളം വരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറക്കും, വലിയ കനാൽ ഇടയ്ക്ക് തുറക്കില്ല. അപ്പോൾ ഈ വെള്ളം തുറക്കുമ്പോഴും കനാലിൽ വെള്ളം വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പീച്ചി ഡാമിൽ കാണാനുള്ളതും പീച്ചി ഡാമിൻ്റെ സവിശേഷതകളും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം അറിയാലോ, വീഡിയോ എടുക്കുന്ന എഫേർട്ടും ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണാവുന്നതിൽ ഗുഡ് ബൈ.